ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗോശ്രീ വൈപ്പിൻ വല്ലാർപാടം മേൽപ്പാലം ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗോശ്രീ പാലത്തിന്റെ മാതൃകയിൽ സിമന്റ് ഇട്ടുകൊണ്ട് പ്രതീകാത്മക ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. ഗോശ്രീ വല്ലാർപാടം മേൽപ്പാലത്തിലെ കുഴികൾ അടക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി പാലത്തിന് സമീപം പാലത്തിന്റെ മാതൃകയിൽ സിമന്റ് ഇട്ട് നടത്തിയ പ്രതീകാത്മക ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാലത്തിൽ 2 വീലർ അടക്കമുള്ള വാഹനങ്ങൾ അപകടപ്പെടുന്ന അവസ്ഥയാണ്. മാസങ്ങൾ പിന്നിട്ടിട്ടും ദേശീയപാത അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. ഒരു കുഴി രൂപപ്പെടുമ്പോൾ തന്നെ മൊബൈൽ ടാറിങ്ങിലൂടെ അത് അടക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. ഒരു ചെറിയ കുഴി രൂപപ്പെട്ടാൽ ഉടൻ തന്നെ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും പല സംസ്ഥാനങ്ങളിലും പല സ്റ്റേറ്റുകളിലും ഉണ്ട്, നടപ്പാക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു ചെറിയൊരു കുഴി രൂപപ്പെട്ടാൽ, റോഡിൽ കുഴി രൂപപ്പെട്ടാൽ മൊബൈൽ ടാറിങ്ങിലൂടെ അത് പാച്ച് ചെയ്താൽ അത് വലിയ കുഴിയായി ഗർത്തങ്ങളായി മാറില്ല. അതെന്താണ് ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടല്ല. ഇത്രയും ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവരാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കേരളം ഭരിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ ഇവിടുത്തെ MLA ടോണി ചമ്മണി, ഇതിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായ നമുക്കറിയാം കൊച്ചി MLA DCC പ്രസിഡന്റ് കൂടിയാണ് മുഹമ്മദ് ഷിയാസ്, അതുപോലെ TJ വിനോദ് എറണാകുളം MLA. ഇവരെല്ലാവരും നല്ല നല്ല ആശയങ്ങളായി വരുമ്പോൾ, ഇവിടെ നല്ല രീതിയിലുള്ള വികസനങ്ങൾ നടപ്പാക്കാൻ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് അതിന് തടസ്സം നിൽക്കുന്നത്. ഏതൊരു സർക്കാരിൻ്റെയും മുഖച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ്. അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഘടകാര്യസ്ഥതയല്ലേ ഈ ഗോശ്രീ പാലത്തിൽ ഈ കുഴികൾ ചെറിയ 2-3 കുഴിയങ്ങൾ രൂപപ്പെട്ടപ്പോൾ തന്നെ ഇത് പരിഹരിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. എന്തുകൊണ്ട്? ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഒത്താശ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാത്തത്. കാരണം ഇതേപോലെ ദേശീയപാത അതോറിറ്റിയുടെ അണ്ടറിലാണ് ഈ ഗോശ്രീ പാലങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തേണ്ടത് ജനപ്രതിനിധികളായ MLA മാരടക്കം ഇടപെട്ടുകൊണ്ട് ഇവരെന്താണ് ഇവരുടെ ഘടകാര്യസ്ഥത? എത്രയും വേഗം ഈ വൈപ്പിൻ ജനത, ഈ രാത്രി കാലങ്ങളിൽ 2 വീലറിന് പോകുന്ന സാധാരണ ജനങ്ങൾ എത്ര പേരാണ് ആ കുഴിയിൽ ചാടി ഇന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്? അപ്പം ആ അപകടങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട്, ഈ അപകടങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത എന്തിനും ഏതിനും വൈപ്പിൻ ജനത സമരത്തിലേക്ക് ഇറങ്ങണം, എന്നാലേ അത് നടപ്പാക്കി തരും എന്നുള്ള ഒരു പിടിവാശിയാണ് ഉദ്യോഗസ്ഥർക്ക്. അല്ലെങ്കിൽ ഇവർക്കറിയാം വലിയ വലിയ സമരങ്ങൾ ഞങ്ങൾ നടത്തിയാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത്. ഈ ഒരേ ഒരു പാലമുള്ളൂ, ആ പാലത്തിലൂടെ ഇത്രയും ധാരാളം വണ്ടികൾ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ ഗോശ്രീ പാലത്തിൽ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം വല്ലാർപാടം കണ്ടെയ്നറിന് സമീപമുള്ള മേൽപ്പാലത്തിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. അത് മാസങ്ങളായി. ആ കുഴികൾ എത്രയും വേഗം അത് നികത്തി അവരുടെ കെടുകാര്യസ്ഥത പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം വിപുലമായിട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഇന്നലെ ആഹ്വാനം ചെയ്താൽ ധാരാളം ജനങ്ങളും വിവിധ സംഘടനകളും ഈ രംഗത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. മൊബൈൽ ടാറിങ്ങിലൂടെ പാച്ച് ചെയ്ത് ഒരിക്കലും വലിയ കുഴിയാകാതെ സൂക്ഷിക്കാനായിട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ ഉദ്യോഗസ്ഥരോടും ഇവരെ നിയന്ത്രിക്കാനായിട്ട് ജനപ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഞങ്ങൾ സമരത്തിലേക്ക് വലിച്ചിടല്. ഇനിയും അധികൃതർ അനാസ്ഥ തുടർന്നാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും മാമ്പള്ളി പറഞ്ഞു. പ്രസ്തുത ശ്രദ്ധ ക്ഷണിക്കൽ സമരപരിപാടിയിൽ സമരസമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ്, വൈസ് ചെയർമാൻ M രാജഗോപാൽ, കൺവീനർ ജോണി വൈപ്പിൻ, സെക്രട്ടറി ആന്റണി പുന്നത്തറ, കേരള പ്രതികരണ സമിതി പ്രസിഡന്റ് NG ശിവദാസ്, ജോസി ചക്കാലക്കൽ, MA സേവ്യർ, ടൈറ്റസ് പൂപ്പാടി, സെബി ഞാർക്കൽ, ഡിജിൽ പനക്കൽ, റോസ്ലി ജോസഫ്, ഡാളി ഫ്രാൻസിസ്, TK മണി, വിനോയ് ജോയ് മാളിയക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.